ശ്രീ ആർ വി ബാബു, ഈ അടുത്ത് വലിയ ചർച്ചയാണ് നടക്കുന്നത്. ഒന്ന് വന്ദേമാതരം, മറ്റൊന്ന് വീര സവർക്കർ. അതായത് വീര സവർക്കറിനെ കുറിച്ചൊരു ചോദ്യം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുത്ത ആൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച ആൾ എന്നുള്ളൊരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതിൻ്റെ പേരിൽ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. ചോദ്യത്തിനകത്ത് തെറ്റില്ല, ഉത്തരത്തിലും തെറ്റില്ല, പക്ഷേ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ്. അതായത് കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പേർ അതിൽ 2 പേർ ഏതാണ്ട് 10 വർഷത്തോളം ആൻഡമാൻ ജയിലിലാണ്. ബാബാറാവു സവർക്കറും വിനായക് ദാമോദർ സവർക്കറും. നാരായൺ സവർക്കർ, അദ്ദേഹം നാട്ടിൽ വിപ്ലവ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിനെ ബ്രിട്ടീഷ് പോലീസ് പിടിച്ചു, ജയിലിലായി. വീട്ടിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ട്, വാടകയ്ക്ക് വീട് പോലും കിട്ടാത്ത അവസ്ഥ, കാര്യം ബ്രിട്ടനെതിരെ നിൽക്കുന്നതുകൊണ്ട്. ബാബാറാവു സവർക്കറുടെ ഭാര്യ അദ്ദേഹത്തെ കാണാതെ മരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കുടുംബത്തിലെ അംഗത്തെക്കുറിച്ചാണ് ഇത്ര മോശമായ രീതിയിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരാളെക്കുറിച്ച് ഇത്ര മോശമായ രീതിയിൽ അവഹേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്ത് തോന്നുന്നു? വീരവിനായക ദാമോദര സവർക്കറുടെ ജീവിതം യഥാർത്ഥത്തിൽ വളരെ ത്യാഗോജ്വലമായ ഒരു ജീവിതമാണ്. ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ന് ഉയർന്നു വരുന്ന, കുറച്ച് നാളുകളായിട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ ഉള്ള കാലഘട്ടത്തിൽ ഈ അടുത്ത കാലം വരെ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം മാപ്പപേക്ഷ അല്ലെങ്കിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ തലകുനിച്ചു, മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള തരത്തിലുള്ള അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ അവസാനം ഇപ്പോൾ ഏറ്റവും മോശമായ പദം ഉപയോഗിച്ച് ഷൂ നക്കീന്ന് വരെയൊക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ എത്തുന്നത് ഈ അടുത്ത കാലം മുതലാണ്. നമുക്ക് സവർക്കറുടെ പ്രവർത്തനത്തെ വളരെയധികം അംഗീകരിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രമാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചരിത്രം. മഹാത്മാഗാന്ധിജി ആവട്ടെ, അല്ലെങ്കിൽ ഭഗത് സിംഗ് ആവട്ടെ, ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ എന്നുള്ള നിലയ്ക്ക് ഫോർവേഡ് ബ്ലോക്കിൻ്റെ കാലത്ത് തന്നെ ഹിന്ദു മഹാസഭയും ഫോർവേഡ് ബ്ലോക്കും തമ്മിൽ സഖ്യസാധ്യതകൾ വരെ തേടിയിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, റാഷ് ബിഹാരി ബോസ്, ഇവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ആളുകളൊക്കെ സവർക്കറെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെ അഭിനന്ദിക്കുകയും അത് വളരെ മാതൃകാപരമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ AK ഗോപാലനാകട്ടെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ആവട്ടെ, ഇവരെല്ലാം സവർക്കറെ അംഗീകരിക്കുകയും സവർക്കറുടെ ഇന്ദിരാഗാന്ധിയെ റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. സവർക്കറെ സംബന്ധിച്ച് പിന്നീട് എന്തൊക്കെ ചെയ്തു നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കി, ഇന്ദിരാഗാന്ധി പേഴ്സണലായിട്ട് 11,000 രൂപ സവർക്കർ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, അത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, അതിനു മുൻപ് തന്നെ ശരിക്കും പറഞ്ഞാൽ സവർക്കറുടെ 1957 ബോംബെ മേയറായിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടിങ് മെമ്പറായിട്ടുള്ള SS മിറാജ്കർ സവർക്കറെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സ്വാതന്ത്ര്യ സമരത്തിൽ അത്യുജ്വലമായിരുന്നു എന്നും അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടം ത്യാഗോജ്വലമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഇപ്പോൾ AK ഗോപാലനടക്കം പാർലമെൻറ്റിൽ സവർക്കറിന് വേണ്ടി വാദിച്ച ആളാണ്. അപ്പോൾ ഇവർക്ക് ആർക്കും ഈ സമയത്ത് സവർക്കർ ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സവർക്കറെക്കുറിച്ച് ഈ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താണ്? സവർക്കർ മഹാത്മാഗാന്ധിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. മഹാത്മാഗാന്ധി സവർക്കറെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എ ബ്രേവ് പാട്രിയോട്ട് റവല്യൂഷണറി മാൻ എന്നാണ്. ഈ സവർക്കർ സഹോദരന്മാരുടെ കോൺട്രിബ്യൂഷൻ രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. സവർക്കർ സഹോദരന്മാരുടെ ആ സംഭാവനകൾ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും, അദ്ദേഹത്തെ തുറന്നുവിടണം എന്ന് പറഞ്ഞതാണ്. ഇതെല്ലാം എന്നോട് പറയുന്നത്, ഇതെല്ലാം അദ്ദേഹം നൽകിയ മാപ്പപേക്ഷയ്ക്ക് ശേഷമാണ്. മഹാത്മാഗാന്ധി സവർക്കറെ പുകഴ്ത്തിയത്, സവർക്കറെ പുറത്തുവിടണമെന്ന് പറഞ്ഞത്, സവർക്കറെക്കുറിച്ചുള്ള ഈ അഭിനന്ദനങ്ങൾ നടത്തിയതൊക്കെ സവർക്കർ മാപ്പപേക്ഷ നടത്തിയെന്ന് പറയുന്നതിന് ശേഷമാണ്. ഭഗത് സിംഗ് അദ്ദേഹത്തിൻ്റെ പുസ്തകം റീപബ്ലിഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹവുമായിട്ട് പോയി സംസാരിക്കുന്നത് ഈ പറയുന്ന മാപ്പപേക്ഷയ്ക്ക് ശേഷമാണ്. അപ്പോൾ അവർക്കാർക്കും അന്നത്തെ മാപ്പപേക്ഷ ഇന്ന് പറയുന്ന മാപ്പപേക്ഷയുടെ ഈ ഒരു അപവാദത്തിൻ്റെ രീതിയിലായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. കാരണം അതൊരു റുട്ടീനായിട്ടുള്ള മാർഗം എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ആൻഡമാൻ ജയിലിൽ കിടക്കുന്ന ആളുകൾ, ഭായ് പരമാനന്ദ് അങ്ങനെയാണ് പുറത്തിറങ്ങിയത്.
കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരടക്കം പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെയാണ്. അത് നമുക്ക് വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ന് സവർക്കർ ഈ തരത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും വരാൻ പാടില്ലാത്ത, ഒരു ചോദ്യമായിട്ട് പോലും വരാൻ പാടില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കേരളം മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും ഒരു ശക്തമായ ഒരു മതധ്രുവീകരണത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. കാരണം സവർക്കർ ഇന്ന് അനഭിമതനാവുന്നതിൻ്റെ കാരണം സവർക്കർ ഹിന്ദുത്വ ആശയത്തിൻ്റെ പ്രചാരകനായിരുന്നു എന്നുള്ളത് മാത്രമാണ്. സവർക്കറിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ തമസ്കരിക്കുന്നതിൻ്റെ കാരണം, സവർക്കറെ തമസ്കരിക്കുന്നതിൻ്റെ കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ. സവർക്കർ ഹിന്ദുത്വ ആശയത്തിൻ്റെ പ്രചാരകനായിരുന്നു എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. അതിനപ്പുറമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഹിന്ദുത്വത്തിൻ്റെ വക്താവായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം മുഴുവൻ റദ്ദ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ആയതുകൊണ്ട് മാത്രം, ഒരു ഹിന്ദുത്വ ആശയം പേറുന്ന ആൾ എന്നുള്ളത് കൊണ്ട് മാത്രം സവർക്കർ ആക്ഷേപിക്കപ്പെടുന്നു, അവഹേളിക്കപ്പെടുന്നു എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സവർക്കറിൻ്റെ ഈ ഒരു പേര് വരുമ്പോൾ കേരളത്തിൽ വലിയൊരു വിവാദം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിലടക്കം ഇപ്പോൾ സവർക്കറെ കുറിച്ചുള്ള ചോദ്യം ആദ്യമായിട്ടല്ല കേരളത്തിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ വന്നത്. 2013 മുതൽ 2023 വരെയുള്ള 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ സവർക്കറെ കുറിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അഭിനവ് ഭാരതിനെ കുറിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അന്ന് സവർക്കർക്ക് ഇത്രയും അനഭിമതനായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കാലം കുറച്ച് ആയപ്പോഴേക്കും കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ തോതിലുള്ള മതധ്രുവീകരണം, ഇസ്ലാമിക മതവിഭാഗത്തിനോ ഇസ്ലാമിക രാഷ്ട്രീയത്തിനോ യോജിക്കാത്ത ഒരാളുടെ പേര് പോലും ഇവിടെ പറയാൻ പാടില്ല, ഉച്ചരിക്കാൻ പാടില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ഭാരതവും അതിൻ്റെ പുറകിലാണ്. കേരളത്തിൻ്റെ പുറകിൽ തന്നെ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് ഭാരതത്തിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം സവർക്കർക്കെതിരെ ഉന്നയിക്കുന്നതിൻ്റെ കാരണം എന്താ? ജവഹർലാൽ നെഹ്റുവിന് അഭിപ്രായം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ദിരാഗാന്ധിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നോ? ജവഹർലാൽ നെഹ്റു ഇപ്പോൾ 1963 പഞ്ചാബ് ഹിന്ദു മഹാസഭ സവർക്കർക്ക് ഭാരതരത്ന നൽകണം എന്ന ഒരു പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, അത് അയച്ചു കൊടുക്കുന്നുണ്ട് ആ അപേക്ഷ. ജവഹർലാൽ നെഹ്റു പറയുന്നത് ഇത്രയേ ഉള്ളൂ, സവർക്കർക്ക് അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ. പക്ഷേ അദ്ദേഹം പിന്നീട് ഒരു കോൺട്രവേഴ്സ്യൽ ഫിഗറായി മാറിയതുകൊണ്ട് ഭാരതരത്ന അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സവർക്കറുടെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് ഒരാളും നാളെ വരെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും തള്ളി പറഞ്ഞിട്ടില്ല. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും. പറയുന്നത് ആരാ? പറയുന്നത് പുതിയ തലമുറയിലെ കോൺഗ്രസ് നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റുകാർ, അവരൊക്കെയാണ്. നമ്പൂതിരിപ്പാട് തള്ളി പറഞ്ഞിട്ടില്ല, AK ഗോപാലൻ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മിറാജ്കർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടിങ് മെമ്പറായിട്ടുള്ള മിറാജ്കർ തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരാരും തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ തള്ളി പറയുന്നത് ഈ സംഘടിത വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണെന്ന് വേണം മനസ്സിലാക്കാൻ. ആൻഡമാനിലെ സംഭവവികാസങ്ങൾ, അതായത് 50 വർഷത്തെ തടവ് ശിക്ഷയുമായിട്ടാണ് സവർക്കർ ആൻഡമാനിലേക്ക്, സെല്ലുലാർ ജയിലിലേക്ക് വരുന്നത്. അപ്പോൾ ജയിലിലേക്ക് കയറുന്നതിന് മുന്നേ അതിൻ്റെ ആ ഒരു നെയിം പ്ലേറ്റ്, അതായത് 50 വർഷത്തെ തടവ് ശിക്ഷ എന്നുള്ള നെയിം പ്ലേറ്റ് എടുത്ത് നോക്കുമ്പോൾ ആൾ ചോദിക്കുന്നുണ്ട്, ദൈവമേ 50 വർഷമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിനി എന്ന് പുറത്തിറങ്ങും? അപ്പോൾ സവർക്കർ പറയുന്നൊരു മറുപടിയുണ്ട്, അതിന് ബ്രിട്ടീഷ് സാമ്രാജ്യം 50 വർഷം നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് എന്നുള്ളൊരു മറുപടി അന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 6 മാസം സോളിറ്ററി കൺഫൈൻമെൻ്റ് ഒക്കെ കൊടുത്ത് കയ്യിലും കാലിലും ചങ്ങലയിട്ട്, ഒരാളോട് സംസാരിച്ചാൽ ചങ്ങലയിടുകയാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള മുറിയിൽ അടക്കിയാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെയാണ്, അത് എന്ത് ചെയ്തിട്ടാണ്? അതും ഇന്ത്യയിലല്ല കഷ്ടപ്പെട്ടത്, ബ്രിട്ടനിൽ പോയിട്ട് അവിടെ നിന്ന് അവിടുത്തെ എല്ലാ ലൈബ്രറികളിലും കയറി ഇറങ്ങി നടന്ന് 1857 ചരിത്രം ഫുള്ളെടുത്ത് ഒരു പുസ്തകമാക്കിയ ഒരാളെയാണ് ഇത്ര മോശമായി ഇന്നത്തെ തലമുറയിലേക്ക് കൊടുക്കുന്ന രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ സവർക്കറുടെ ജീവിതത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ വലിയ ഒരു പാഠപുസ്തകമായിട്ട് സവർക്കറുടെ ജീവിതം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ മാപ്പപേക്ഷയാണ് ഇവർ ആകെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു പ്രശ്നം. 5 പ്രാവശ്യം 6 പ്രാവശ്യം മാപ്പപേക്ഷ നൽകി എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആരും പറയുന്നില്ല, മാപ്പപേക്ഷ നൽകിയിട്ടും എന്തുകൊണ്ടാണ് സവർക്കറെ മോചിപ്പിക്കാതിരുന്നത് ബ്രിട്ടീഷുകാർ? കമ്മ്യൂണിസ്റ്റുകാരെ മോചിപ്പിച്ചല്ലോ. ബ്രിട്ടീഷുകാരെ മാപ്പപേക്ഷ നൽകി ആദ്യം മോചിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുന്നത് SI ഡാങ്കയാണ്.
കോൺപൂർ ഗൂഢാലോചന കേസിൽ, കോൺപൂർ കേസിൽ 4 വർഷം വെറും 4 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടപ്പോഴേക്കും ബ്രിട്ടീഷുകാരോട് മേഴ്സി പെറ്റീഷൻ കൊടുത്ത് മാപ്പപേക്ഷ കൊടുത്ത് പുറത്തു വന്നയാളാണ് എസ് എ ഡാങ്കെ. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പുറത്തു വന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഒരുപാട് പേര് പല ജയിലുകളിൽ നിന്നായിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പുറത്തു വന്നു. അപ്പോൾ എന്നാൽ ഒരു കാരണവശാലും പുറത്തു വിടാതിരുന്നത് സവർക്കറെയാണ്. സവർക്കറുടെ ഓരോ മാപ്പപേക്ഷയെ സംബന്ധിച്ചും ബ്രിട്ടീഷുകാർ നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിന് ശേഷം ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ ബ്രിട്ടീഷ് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് ഇയാൾ പറയുന്നത് വിശ്വസിക്കരുതെന്നായിരുന്നു. ഇയാൾക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല ഇയാളുടെ മുഖത്തത്. ഇയാൾ ഈ കൊടുക്കുന്ന മാപ്പപേക്ഷ ആത്മാർത്ഥമല്ല, ഇതൊരു അടവ് തന്ത്രമാണ് എന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബ്രിട്ടന് റിപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ടാണ് സവർക്കറെ വിടാതിരുന്നത്. ഇപ്പോൾ ബായി പരമാനന്ദനെ പോലും വിട്ടു. ബായി പരമാനന്ദ് വലിയൊരു വിപ്ലവകാരിയായിരുന്നു. ബായി പരമാനന്ദനെ വിട്ടു, പക്ഷേ സവർക്കറെ വിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് സവർക്കറെ വിട്ടില്ല? ഈ ചോദ്യത്തിന് ഉത്തരം തരണ്ടേ? എന്തുകൊണ്ട് സവർക്കറെ മോചിപ്പിച്ചില്ല? ഇപ്പോൾ സവർക്കർ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഇപ്പോൾ വൈജിത്ത് പറഞ്ഞ പോലെ എണ്ണിയാലൊടുങ്ങാത്ത വേദനകളും ഒക്കെയാണ് സവർക്കർ അനുഭവിച്ചത്. ഈ സവർക്കർ എഴുതിയിട്ടുള്ള മാപ്പപേക്ഷ ആരാണ് പുറം ലോകത്തെ അറിയിച്ചത്? ആദ്യം സവർക്കറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫോർ മൈ ലൈഫ് എന്നുള്ള പുസ്തകത്തിലാണ് സവർക്കർ ഈ മാപ്പപേക്ഷ മുഴുവൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ എഴുതിയ കത്തുകൾ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർക്ക് എഴുതിയ കത്ത്, അത് മുഴുവൻ സവർക്കർ തന്നെ പുറത്തേക്ക് വെളിപ്പെടുത്തുന്നത്. ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലാത്തൊരു വ്യക്തിത്വമാണ്. അപ്പോൾ സവർക്കറിൻ്റെ സ്വാതന്ത്ര്യ സമരം സവർക്കർ ഇന്ത്യയിൽ മാത്രം നടത്തിയ സമരമല്ല. അപ്പോൾ സവർക്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എവിടെ? ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ പോയി ബ്രിട്ടനെതിരായി സമരം ചെയ്ത ഒരാളാണ് സവർക്കർ. ബ്രിട്ടനിൽ പോയി ബ്രിട്ടനെതിരെ സമരം ചെയ്തത് നെഹ്റു ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം അവിടെ പോയി പഠിച്ചിട്ട് വരുമായിരുന്നു. അവിടെ പോയി പഠിച്ചിട്ട് വരികയായിരുന്നു. നെഹ്റു ചെയ്തിട്ടില്ല. ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന പലരും, അവരൊന്നും ഞാൻ അവരെ കുറച്ച് കാണുകയല്ല. പക്ഷേ ബ്രിട്ടനിൽ പോയി ബ്രിട്ടനെതിരെ സമരം ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് സവർക്കറിന് പകരം വയ്ക്കാൻ വേറെ ആരുണ്ട്? അപ്പോൾ ഇതുകൊണ്ട് ഞാനതുകൊണ്ടാണ് പറഞ്ഞ് ഇത് വളരെ ആസൂത്രിതമായി സവർക്കറിൻ്റെ പേര് ഈ രീതിയിൽ ഒരു മാപ്പപേക്ഷ നൽകി രക്ഷപ്പെട്ടു എന്നുള്ള നിലയ്ക്ക് നരേറ്റീവ് സൃഷ്ടിച്ച് കൊണ്ടുവരുന്നത് വളരെ ആസൂത്രിതമായിട്ട് ഹിന്ദുത്വ ആശയത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ്. ഹിന്ദുത്വ ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരെ മാനസികമായി തകർക്കുക, ഇത് ലക്ഷ്യമാണ്. ഇപ്പം മാപ്പപേക്ഷ നൽകാതെ ആരാ പുറത്തു വന്നിട്ടുള്ളത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1919 നാഭ ജയിലിൽ കിടന്ന സമയത്ത് മാപ്പപേക്ഷ കൊടുത്തിട്ടല്ലേ പുറത്തു വന്നത്? അച്ഛനാണ് മാപ്പപേക്ഷ കൊടുത്തത്. 1924 കോൺപൂർ ഗൂഢാലോചനയിൽ എസ് എ ഡാങ്കെ, കമ്മ്യൂണിസ്റ്റ് നേതാവ് എസ് എ ഡാങ്കയുടെ ആ മാപ്പപേക്ഷയാണ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എസ് എ ഡാങ്ക് ബോംബെയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മാഗസിൻ ഈ വിഷയം 1964 പബ്ലിഷ് ചെയ്തു. ഈ മാപ്പപേക്ഷയെ ബന്ധപ്പെട്ട ഈ വിഷയം പബ്ലിഷ് ചെയ്തു. ആ മാഗസിൻ്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ വിഷയം അതിൽ 2 വിഭാഗങ്ങളായി. പിന്നെ ഇവർ പറയും ഞങ്ങൾ ദേശീയ ജനാധിപത്യവും വർഗ ജനാധിപത്യവും തമ്മിലുള്ള തർക്കമാണ്. ജനകീയ ജനാധിപത്യവും ദേശീയ ജനാധിപത്യവും 2 താത്വിക വിഷയങ്ങളാണ് പിളർപ്പിലേക്ക് നയിച്ചത് എന്നൊക്കെ പറയും. വസ്തുത അതല്ല. വസ്തുത ഈ ഡാങ്കയുടെ മാപ്പപേക്ഷയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ഉണ്ടായ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉരുണ്ടുകൂടിയാണ് അത് വിഭജനത്തിലേക്ക് നയിച്ചത് 1964. അപ്പോൾ മാപ്പപേക്ഷ നൽകിയിട്ടല്ലേ ഇവരെല്ലാം പുറത്തു വന്നത്. അപ്പോൾ സവർക്കറുടെ മാപ്പപേക്ഷയെ മാത്രം എടുത്ത് പർവ്വതീകരിച്ച് അതിനെ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് സവർക്കർ ഒരു ഹിന്ദുത്വ ആശയത്തിൻ്റെ പ്രചാരകനായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സവർക്കറെ ലക്ഷ്യം വയ്ക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ചർച്ചയില്ലല്ലോ. അതെല്ലാം ഇന്ത്യൻ ആർക്കൈവ്സിലും ബ്രിട്ടീഷ് ആർക്കൈവ്സിലും ഡൽഹി ആർക്കൈവ്സിലും ഒക്കെ പച്ച പരമാർത്ഥമായിട്ട് കിടക്കില്ലേ? ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നീണ്ട ചരിത്രം അതെല്ലാം പച്ച പരമാർത്ഥമായി. പക്ഷെ ആർക്കെങ്കിലും ചർച്ച ചെയ്യണോ? ഇപ്പോൾ ഇവിടെ എ റഹീമി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നിന്ന് പ്രസംഗിച്ചു. എന്താണ്? INA പടയാളികൾ
അബ്ദുൽ ഖാദറും കുഞ്ഞനന്തൻ നായരും രണ്ടുപേരും ഒരുമിച്ച് തൂക്കിക്കൊല്ലണം, ഞങ്ങൾ ഹിന്ദുവിൻ്റെയും മറ്റേ മുസ്ലിമിൻ്റെയും പ്രതീകമാണ്, ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അങ്ങനെ പറഞ്ഞു ഇല്ലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, ഏത് ചരിത്രമാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ആയിക്കോട്ടെ, ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരെ പിടിക്കപ്പെടാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? ബ്രിട്ടീഷ് പോലീസുകാർ ഈ പറയുന്ന INA പടയാളികളെ പിടിച്ചത് എന്തുകൊണ്ട്? അവരെ ഒറ്റുകൊടുത്തതാരാണ്? ഈ പറയുന്ന INA പടയാളികളെ ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞ് 1996 ഒരു വൃദ്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിൽ പത്രസമ്മേളനം നടത്തി പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് കാന്തലോട്ട് കുഞ്ഞമ്പു എന്നാണ്. കാന്തലോട്ട് കുഞ്ഞമ്പു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്ത പാതകം അദ്ദേഹം ഏറ്റുപറഞ്ഞു. അദ്ദേഹം പൊട്ടിക്കറിയാണ് ചെയ്തത്. അന്ന് പാർട്ടി ചെയ്ത പാതകമാണ്. പാർട്ടി പറഞ്ഞിട്ടാണ് താനൂർ കടപ്പുറത്തോ ഏഴിമല കടപ്പുറത്തോ, എനിക്കതിനകത്ത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. ഏഴിമല കടപ്പുറത്താണോ താനൂർ കടപ്പുറത്താണോ എന്ന് പറഞ്ഞുകൂടാ. INA പടയാളികൾ വന്നിറങ്ങിയപ്പോഴും അവരെ ബ്രിട്ടീഷ് പോലീസുകാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഒറ്റുകൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞത് കാന്തലോട്ട് കുഞ്ഞമ്പുവാണ്. ഇങ്ങനെ ഉള്ളൊരു ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് INA പടയാളികളുടെ വീമ്പ് പറഞ്ഞിട്ട്, പേര് പറഞ്ഞിട്ട് രാജ്യസഭയിൽ അഭിമാനിക്കുമ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസിനെയും INAയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് വിളിച്ചിരുന്നത്? ടോജോവിൻ്റെ കഴുത, ഞങ്ങളുടെ നേതാവല്ല ഈ ചെറ്റ, ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കി. ഇങ്ങനെ സുഭാഷ് ചന്ദ്രബോസിനെ ആക്ഷേപിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും INA പടയാളികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം INA പടയാളികളുടെ പേരിൽ വീമ്പ് പറയാൻ ഇവർക്ക് നാണമില്ല, ഉളുപ്പുണ്ടോ? ഈ AR റഹീം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് അല്പമെങ്കിലും ബൗദ്ധിക സത്യസന്ധതയുണ്ടോ ഇവർക്ക്? എന്താണ് ഇവരുടെ ചരിത്രം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്താണ്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം 1942 ജൂലൈ മാസം 23 പിൻവലിച്ചത്? എന്തിൻ്റെ പേരിലാണ്? ബ്രിട്ടീഷുകാർ. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ഡീൽ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുള്ള ഡീൽ എന്തായിരുന്നു? അതിൻ്റെ ഏജന്റായി പ്രവർത്തിച്ചതാരാ? ഇതെല്ലാം ചരിത്രമല്ലേ? PC ജോഷി നടത്തിയ ചർച്ച. പാലോറ മാതയുടെ പൈസ കൊണ്ടൊന്നുമല്ല ദേശാഭിമാനി തുടങ്ങിയത്. ദേശാഭിമാനിയുടെ പ്രവർത്തനം ബ്രിട്ടീഷുകാരിൽ നിന്നും കൈപ്പറ്റിയ പണം ഉപയോഗിച്ചാണ്. അത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പണം തരണം, ഞങ്ങൾക്ക് ന്യൂസ് പ്രിന്റിൻ്റെ കോട്ട അനുവദിച്ച് കിട്ടണം. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ. ഇതെല്ലാം ജപ്പാൻ വിരുദ്ധ പ്രചരണം, ജർമ്മനി വിരുദ്ധ പ്രചരണം നടത്താൻ വേണ്ടി നിങ്ങളുമായിട്ട് നിങ്ങളുടെ പട്ടാളക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി ഒക്കെ എല്ലാം ഞങ്ങൾക്ക് അസൗകര്യമാണ്. എന്താ? ഞങ്ങളുടെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രചരണം നടത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ വെറുതെ വിടണം, തുറന്നു വിടണം. ഇതെല്ലാം ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്രത്തെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് രാജ്യസഭയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു, ഒരു ലെവലേശം ബൗദ്ധിക സത്യസന്ധത, ചരിത്രത്തോട് നീതി പുലർത്തുന്ന സമീപനം ഇതപര്യന്തം കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ പുലർത്തിയിട്ടില്ല. അത് അവരിപ്പോഴും തുടർന്നു പോവുകയാണ്. ഈ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ കൂടെ അത് വായിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ദേശാഭിമാനി തുടങ്ങാൻ, അതായത് അതിൽ കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ കൊടുത്തേക്കാണ്, ദേശാഭിമാനി 1 മാസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്, എന്നിട്ട് പോലും ഞങ്ങൾ ഇത്ര ബ്രിട്ടീഷ് അനുകൂല പ്രചാരണം നടത്തി എന്ന് വളരെ വിഷമത്തോടെ പറയുകയാണ്. ഞങ്ങൾക്ക് 1 മാസമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ എങ്കിലും ഞങ്ങൾ ഇത്രയും ചെയ്തു എന്ന് റിപ്പോർട്ടിൽ ഉണ്ട്. PC ജോഷി കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. ഇവർ ഈ പുറത്തു വിടുന്നതിന് മുമ്പ്, അതായത് രഹസ്യം പ്രസിദ്ധീകരിക്കാനല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതായത് ആ ഡോക്യുമെൻ്റ് ഇതെല്ലാം ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്ന് കണ്ടെത്തി അരുൺ ഷൂറി പ്രസിദ്ധീകരിച്ച കാര്യങ്ങളാണ്. ആ ഡോക്യുമെൻറ്റിൽ പാർട്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് എന്തൊക്കെ ഇതിനകം ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാൻ സൗകര്യപൂർവ്വം ഞങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് ബ്രിട്ടീഷുകാർ എന്തൊക്കെ തരണം, ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ആളുകളെ ജയിലിൽ നിന്ന് തുറന്നു വിടണം, ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണം, മറ്റേ പത്രങ്ങൾക്ക് വേണ്ട എല്ലാ പേപ്പറിൻ്റെ ന്യൂസ് പ്രിൻ്റ് കോട്ട അനുവദിച്ചു തരണം. ഇങ്ങനെ എല്ലാം തരത്തിലും അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി ബ്രിട്ടീഷുകാരുമായി നടത്തിയ ഒത്തുകളി, ആ ഒത്തുകളിയാണ് യഥാർത്ഥത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ. അതായത് ഞാനൊരു കാര്യം പറയാം, മഹാത്മാഗാന്ധിജി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് മാത്രമേ
ഒരു കത്തെഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യസ്നേഹം തെളിയിക്കണം എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ രാജ്യസ്നേഹത്തോട് സംശയകരമായ ഒരു കത്തെഴുതിയത്? അത് PC ജോഷിക്ക് എഴുതിയ കത്താണ്. എന്താണ്? നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുക്കുന്നു ബ്രിട്ടീഷുകാർക്ക് എന്നുള്ള പരാതിയുണ്ട്, അതിനെ സംബന്ധിച്ച് നിങ്ങളെന്ത് പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് PC ജോഷിക്ക് മഹാത്മാഗാന്ധി കത്തെഴുതുന്നുണ്ട്. ആ കത്തിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ കത്തിൻ്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. ഒരു ചോദ്യമൊന്നുമല്ല അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, 3-4 ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. നിങ്ങൾ പിരിക്കുന്ന ഫണ്ട്, ആ ഫണ്ടിനെ സംബന്ധിച്ചുള്ള സംശയം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കത്തിലുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അങ്ങേയറ്റം സംശയം ഉണ്ടായിരുന്നു. ആ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇത് എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി മറ്റാർക്കെതിരെ ഉന്നയിക്കായിരുന്നു? ഹിന്ദു മഹാസഭയുടെ ഒരു നേതാവിനെതിരെ ഉന്നയിച്ചിട്ടില്ല മഹാത്മാഗാന്ധി. RSSകാർക്കെതിരെ ഉന്നയിച്ചിട്ടില്ല മഹാത്മാഗാന്ധി. മറ്റേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് അത് ഉന്നയിക്കാൻ കാരണം? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം രാജ്യവിരുദ്ധമായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുക്കുന്നതായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ആ ചരിത്രമാണ് ഇപ്പോൾ നേരത്തെ വായുജിത്ത് പറഞ്ഞ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1944 ജൂൺ മാസം 11 PC ജോഷിക്ക് മഹാത്മാഗാന്ധി കത്തയക്കുന്നുണ്ട്. ഐ ഹാഡ് എക്സ്പെക്റ്റഡ് എ പ്രോംപ്റ്റ് റിപ്ലൈ ടു ദ ക്വസ്റ്റ്യൻ ഐ ഹാഡ് റേസ്ഡ് അറ്റ് യുവർ മീറ്റിംഗ്. മീൻവൈൽ സം അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഹാവ് arisen which please answer when you answer my first questions. What is the meaning of people? അത് പീപ്പിൾ ഡെമോക്രസി, പീപ്പിൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള സംശയമാണ്. അതുപോട്ടെ, ആർ ദ ഫൈനാൻസ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റെപ്രസെൻറ്റഡ് ബൈ യു സബ്ജക്റ്റ് ടു പബ്ലിക് ഓഡിറ്റ്? ഇഫ് ദേ ആർ, മേ ഐ സീ ദം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണസമ്പാദനത്തെ സംബന്ധിച്ച് ഒരു പബ്ലിക് ഓഡിറ്റിന് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കത് കാണാൻ പറ്റുമോ എന്നാണ് പൈസ വാങ്ങുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹാസ് ആക്റ്റീവ്ലി ഹെൽപ്ഡ് ദി അതോറിറ്റീസ് ടു അറസ്റ്റ് ലീഡേഴ്സ് ആൻഡ് ഓർഗനൈസേഴ്സ് ഓഫ് ലേബർ സ്ട്രൈക്സ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 2 years. 1942 മുതൽ 44 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത തൊഴിലാളികളെ ഒറ്റുകൊടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ സഹായിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെറ്റ് ടു ഹാവ് അഡോപ്റ്റഡ് ദ പോളിസി ഓഫ് ഇൻഫിൽട്രേറ്റിംഗ് ദ കോൺഗ്രസ് ഓർഗനൈസേഷൻ വിത്ത് എ ഹോസ്റ്റൈൽ ഇൻറ്റൻറ്റ്. സ്ഥാപിതമായ ചില താല്പര്യത്തോടുകൂടി കോൺഗ്രസിലേക്ക് പാർട്ടി നേതാക്കന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ? ഈ ചോദ്യം, അതായത് അങ്ങേറ്റം സംശയാസ്പദമായ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൂഢോദ്ദേശത്തെ അല്ലെങ്കിൽ നെറികെട്ട രാഷ്ട്രീയ സ്വഭാവത്തെ ഗാന്ധിജി അന്നേ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈസ് ഇറ്റ് നോട്ട് ദ പോളിസി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡിക്റ്റേറ്റഡ് ഫ്രം ഔട്ട്സൈഡ്? പുറത്തു നിന്നുള്ള ഡിക്റ്റേഷനിലൂടെയാണ് പാർട്ടിയുടെ പോളിസി നിശ്ചയിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. ഇങ്ങനെ ഒരു കത്തും ഇങ്ങനെ ഒരു സംശയവും മഹാത്മാഗാന്ധി ഏതെങ്കിലും മറ്റൊരു സംഘടനയ്ക്കെതിരെ, എന്തിന് മുസ്ലിം ലീഗിനെതിരെ ഗാന്ധി ചോദിച്ചിട്ടില്ല. മുസ്ലിം ലീഗിനെതിരെ വരെ മഹാത്മാഗാന്ധി ഇത്തരത്തിലുള്ളൊരു സംശയം ചോദിച്ചിട്ടില്ല. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ളൊരു പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കുത്തക ഞങ്ങൾക്കാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മേലാളന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ഈ ജീവിതത്തിൻ്റെ ഒരു 3/4 പങ്കും രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച സവർക്കറെ പോലുള്ള പകരം വയ്ക്കാനില്ലാത്തൊരു ധീരദേശാഭിമാനിയുടെ ജീവിതത്തെ അപഹസിക്കുന്നത് എന്ന് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇവരെയൊക്കെ സത്യത്തിൽ എന്തൊരു ദ്രോഹമാണ് ഇവർ ഈ രാജ്യത്തോടും സമൂഹത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ ഇങ്ങനെ തലകീഴായി നിർത്താൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഇത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് മാത്രമല്ല, ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച, ഇത്രത്തോളം യാതനകൾ അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ അവഹേളിക്കുക എന്ന് പറയുന്നത് അത് ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവഹേളനം ഏതൊക്കെ തരത്തിലാണ്? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടിയിരുന്നു. ഇവരുടെ ആരുടെ ഒരു സ്വത്ത് കണ്ടുകെട്ടിയില്ലെന്ന്? നെഹ്റുവിൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ടോ? ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയപ്പെടുന്ന ഒട്ടനവധി ആളുകൾ, നെഹ്റുവിൻ്റെ പേര് പറയാൻ കാരണം പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഴുവൻ നേട്ടവും
കൊയ്തെടുത്തത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിന്നീടുള്ള ഭാരതത്തിൻ്റെ അധികാര സ്ഥാനത്തേക്ക് കടന്നു വന്നതും അതിൻ്റെ മുഴുവൻ ഉത്തരാധികാരി താനാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചത് നെഹ്റു ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നെഹ്റുവിൻ്റെ സ്വത്ത് കണ്ടുകെട്ടുകയുണ്ടായോ? ഈ മനുഷ്യൻ്റെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടി ജീവിക്കാൻ വഴിയില്ലാത്ത രീതിയിൽ നിസ്സഹായനായിപ്പോയി. ജയിലിൽ കിടന്നതിൻ്റെ വകയിൽ അദ്ദേഹത്തിന് 60 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നു. അതിനെ സംബന്ധിച്ച് തർക്കിക്കുന്നു, അതിനെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്നു. ജയിൽ തടവുകാർക്ക് കൊടുക്കുന്ന ഒരു പൈസയാണത്. അത് മഹാത്മാഗാന്ധിക്കും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ 100 രൂപയായിരുന്നു മഹാത്മാഗാന്ധിജിക്ക് നിശ്ചയിച്ചിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്നിട്ടുണ്ട്. അദ്ദേഹം അനുഭവിച്ച സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതേപോലുള്ള കോൺഗ്രസിൻ്റെ മഹാത്മാഗാന്ധിജി അനുഭവിച്ച സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? എഴുതാൻ, വായിക്കാൻ, കിടക്കാൻ, ഭക്ഷണത്തിന്, മറ്റെല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങൾ. ഇവരൊക്കെ എ ക്ലാസ് തടവുകാരായിരുന്നു. രാഷ്ട്രീയ തടവുകാർ. സവർക്കറെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? സവർക്കർക്ക് എന്ത് സൗകര്യം കിട്ടിയത്? ജയിൽ ഭിത്തികളാണ് അദ്ദേഹത്തിൻ്റെ പേപ്പറുകളായി മാറിയത്. അദ്ദേഹം എഴുതിയ കൃതികൾ ജയിൽ ഭിത്തികളിൽ കോറിയിട്ടതാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും. അദ്ദേഹത്തിൻ്റെ വിലങ്ങണിയിച്ച ആ വിലങ്ങിൻ്റെ കാരിരുമ്പ് കൊണ്ട് അദ്ദേഹം ജയിൽ ഭിത്തികളിൽ കോറിയിട്ടതാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും. എഴുതാൻ ഒരു സൗകര്യവും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അനുജൻ ഗണേശ് റാവു സവർക്കർ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ജയിലിലുണ്ട് എന്ന് അദ്ദേഹം അറിയുന്നത്, അദ്ദേഹം അവിടെ ചെന്ന് 2 വർഷം കഴിഞ്ഞ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ കാണുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അവിടെ ആലോചിച്ചു നോക്കൂ. സ്വന്തം ഭാര്യയെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 10-25 വർഷക്കാലം സ്വന്തം ഭാര്യയെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് അയക്കുന്ന കത്തുകൾ മുഴുവൻ സെൻസർ ചെയ്ത് പൊട്ടിച്ച് ഇട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. ഇങ്ങനെയൊക്കെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയ സവർക്കർ എന്ന ആ മനുഷ്യനെ ഈ രീതിയിൽ അവതരിപ്പിക്കാൻ നന്ദികെട്ട വർഗത്തിന് മാത്രമേ കഴിയുള്ളൂ. നന്ദികെട്ട നീച ജന്മങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ ഈ കത്തുകളുടെ കാര്യം പറയുമ്പോൾ വായിച്ചൊരു ഓർമ്മ വരികയാണ്. അതായത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ 2 പേരും, ജ്യേഷ്ഠനും അനുജനും, ആൻഡമാനിലാണ്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഭാര്യമാർ 2 പേരും കൂടെ വരും. കൊൽക്കത്തയ്ക്കാണ് വരുന്നത്. അവിടെ നിന്നാണ് ആൻഡമാനിലേക്ക് പോകേണ്ടത്. അപ്പോൾ പലപ്പോഴും കത്ത് കൊടുത്തിട്ട് അവർ ഒരുപാട് പരിശോധനകളുണ്ടല്ലോ. എല്ലാ പരിശോധനയിലും ഇതിൻ്റെ വിപ്ലവത്തിൻ്റെ തലച്ചോറ്, ബ്രെയിൻ എന്ന് പറയുന്നത് സവർക്കർ എന്നാണ് അവർ എഴുതി ഓരോ സമയത്തും ഓരോ പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. സവർക്കറാണ്, ഇയാളെ പുറത്തു വിടാൻ പറ്റില്ല. ജ്യേഷ്ഠൻ വലിയ കുഴപ്പമില്ല, പക്ഷേ സവർക്കർ അയാളാണ് ഇതിൻ്റെ തല എന്ന് വ്യക്തമായിട്ട് ബ്രിട്ടീഷുകാർ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് അവിടെ നിന്ന് ഇവരെല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഇത് പിന്നെ എഴുത്തുകൂത്തുകളൊക്കെ നടന്നിട്ട് അവസാനം കാണാൻ അനുവദിച്ചതിന് 2-3 ദിവസം മുൻപ് ഈ ബവറാവു സവർക്കറുടെ, ഗണേഷ് സവർക്കറുടെ ഭാര്യ മരിച്ചു. അപ്പോൾ ഇത്രയും ഈ ക്രൂരതകൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് നേരിട്ട് അവർക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. വാടകയ്ക്ക് വീടുകൾ മാറി നിൽക്കുകയാണ്. പല വീടുകളിലും താമസിക്കാൻ സമ്മതിക്കുന്നില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഈ ഇത്രയും പേര്, 3 സഹോദരങ്ങൾ ഒരു കുടുംബത്തിൽ നിന്ന് ജയിലിലായാൽ, അതുമാത്രമല്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരടിച്ച് ജയിലിലായാൽ ആ വീട്ടിൽ പിന്നെ ഇന്നിവിടെ ഒരു പോലീസ് കേസ് ഉണ്ടായാൽ തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ സാഹചര്യം എന്തായിരിക്കും? എന്നിട്ടാണ് അല്ല, ഇതിന് ചരിത്രം മാപ്പ് തരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, അതിൻ്റെയാണല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇത് ഒരു കാര്യം. ഇപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ സവർക്കറുടെ കേസ് ഇൻ്റർനാഷണൽ കോടതിയിൽ വാദിച്ചതായിരുന്നു. ലെനിൻ്റെ കൊച്ചുമോനായിരുന്നു. അതെ. ഇൻ്റർനാഷണൽ കോടതിയിൽ ഹേഗിൽ സവർക്കർക്ക് വേണ്ടി വാദിച്ചത്, സവർക്കർക്ക് ലെനിനുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. സവർക്കറുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ കേവലം രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ രംഗത്ത് സവർക്കറുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. ആദ്യമായിട്ട് അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ ക്ഷേത്രം, ആരാധനയ്ക്കുള്ള ക്ഷേത്രം നിർമ്മിച്ച്, പതിതപാവന ക്ഷേത്രം നിർമ്മിച്ച്, അതേപോലെ മിശ്രഭോജനം നടത്തിക്കൊണ്ട് ഒക്കെ വലിയൊരു മാറ്റം. അപ്പോൾ സവർക്കറുടെ ആശയത്തോട് നിങ്ങൾക്ക് യോജിക്കുകയോ ചെയ്യാം. പക്ഷേ സവർക്കറുടെ ജീവിതം ത്യാഗോജ്വലമായിരുന്നില്ല എന്ന്, അല്ലെങ്കിൽ സവർക്കർ മാപ്പപേക്ഷ കൊടുത്ത ഒരാളാണ് എന്ന് സ്ഥാപിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നിങ്ങൾ എത്രമാത്രം ചരിത്രത്തോട് അനീതി ചെയ്യുന്നു എന്നുള്ളതാണ്, എത്രമാത്രം സത്യത്തെ വിഭജിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുക. ഇത്
സവർക്കറുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത് വർദ്ധിച്ചു വരുന്നത്? സവർക്കർ ഇത്രമാത്രം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ശരിയായ ചോദ്യം പോലും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ സവർക്കർ അനഭിമതനാവുന്നതിൻ്റെ കാരണം കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയില്ല എന്ന് തോന്നുന്നു. കേരളത്തിൽ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലൊരു മതവിഭാഗം ഇവിടെ 27% ഹിന്ദുത്വ ആശയത്തിൻ്റെ പ്രചാരകരായിട്ടുള്ള ആ ഒരാളെ സംബന്ധിച്ച് ഇനി ഈ കേരളത്തിൽ അത്തരം ആശയങ്ങളെ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. അതുകൊണ്ട് വന്ദേമാതരം ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. അതുകൊണ്ട് കാവി ഒരു കാരണവശാലും ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. ഇങ്ങനെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് 1960 വരെ ലീഗ് ചത്തകുതിരയായിരുന്നില്ലേ? നെഹ്റു ചത്തകുതിര എന്ന് പറഞ്ഞിട്ടാണ്. ചത്തകുതിരയെ ജീവിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ചത്തകുതിരയെ ജീവിപ്പിച്ചു. പക്ഷേ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോൾ ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ മലബാർ മാപ്പിളകളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ എന്തായിരുന്നു? ഇപ്പോൾ 1946 25 വർഷം പൂർത്തിയായപ്പോഴും, മാപ്പിളകളുടെ 25 വർഷം പൂർത്തിയായപ്പോൾ പാർട്ടി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു, ആഹ്വാനവും താക്കീതും. അതിൽ പാർട്ടി ഒട്ടൊക്കെ ഒരു യാഥാർത്ഥ്യബോധത്തോടെ അതിനെ വിലയിരുത്തി. അത് തുടക്കത്തിൽ ഒരു കർഷക സമരമായിട്ട് തുടങ്ങി പിന്നീട് വലിയൊരു വർഗീയ ലഹളയായിട്ട് അത് പരിണമിച്ചു എന്നാണ് അതിനകത്ത് പറയുന്നത്. പൂർണ്ണമായും ശരിയല്ലെങ്കിലും അതൊരു വർഗീയ ലഹളയായി പരിണമിച്ചു എന്നും അതിൻ്റെ ഇരകളാക്കപ്പെട്ടത് ഹിന്ദുക്കളാണ് എന്നും ആഹ്വാനവും താക്കീതിലൂടെ 1946 ദേശാഭിമാനി ആഹ്വാനവും താക്കീതിലൂടെ അത് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ചിന്തയുടെ ആ പുസ്തകം ഒരു 4 വർഷം മുന്നെയാണ് വായിച്ചിട്ട്, EMSൻ്റെ ലേഖനം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരിടത്ത് വരുമ്പോൾ ഒട്ടും ചേർച്ചയില്ല. തൊട്ട് മുന്നേ ഉള്ള ഖണ്ഡികയും അടുത്ത ഖണ്ഡികയും ചേർച്ചയില്ല. അപ്പോൾ ഈ ഒരു അതിലുള്ള ഒരു വിമർശനാത്മകമായ ഭാഗം മാറ്റിക്കളഞ്ഞു. അല്ല, അത് ഏതെന്ന് വെച്ചാൽ ഞാനതാ പറഞ്ഞ ഒരു ട്വിസ്റ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് അവരൊരു വോട്ട് ബാങ്ക് ആയിരുന്നില്ല. ആ വോട്ട് ബാങ്ക് അല്ലാതെ നിന്ന കാലഘട്ടത്തിൽ കുറച്ചൊക്കെ ഈ സമീപനം എടുക്കുന്നതിൽ സത്യസന്ധമായ രീതിയിൽ കുറേയൊക്കെ ഒരു നിലപാടെടുത്തതെന്ന് പറയാം. 1967 കമ്മ്യൂണിസ്റ്റ് EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ വന്ന സമയത്ത് ആണ് മലപ്പുറം ജില്ല അനുവദിക്കുന്നത്. മലപ്പുറം ജില്ല കൊടുക്കുന്ന സമയത്തും ഒക്കെ ലീഗ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ്. നമ്പൂതിരിപ്പാട് 2 മന്ത്രിമാരെ ലീഗിന് നൽകുകയും കേരളത്തിൽ ആദ്യമായിട്ട് മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ട് ലീഗിന് ഒരു അന്തസ്സ് കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുവരെ ലീഗിന് ഒരു അന്തസ്സില്ലാത്ത പാർട്ടിയായിട്ട് കണക്കാക്കിയിരുന്നത്. പക്ഷേ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ പെട്ടെന്ന് പിന്നീട് ലീഗുമായിട്ട് തെറ്റി. കാരണം മുസ്ലിം വോട്ട് ബാങ്ക് തങ്ങളിൽ നിന്ന് അകന്ന സമയത്ത് 67-68 കാലഘട്ടത്തിൽ ആണ് നമ്മുടെ മാപ്പിള ലഹള കാലത്തെ മാപ്പിള ലഹളയെ സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം നടന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തുകൊണ്ട് പറഞ്ഞത്, ഇരകളാക്കപ്പെട്ട ആളുകളുടെ കാണിക്കുന്ന അനീതിയാണ് ഇതിനെ സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കുന്നതെന്നായിരുന്നു. കാരണം അന്ന് ഈ മുസ്ലിം സമൂഹം പാർട്ടിയുമായിട്ട് അകലുകയും, കാരണം നമ്പൂതിരിപ്പാടിനെ താഴെ ഇറക്കി, മന്ത്രിസഭ താഴെ വീണു, ലീഗ് നേരെ കോൺഗ്രസിൻ്റെ കൂടെ കൂടി, അങ്ങനെ CPI ലീഗ് കോൺഗ്രസ് നേതൃത്വത്തിൽ അച്യുതമേനോൻ്റെ ഗവൺമെൻറ് വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിങ്ങളും തമ്മിൽ തെറ്റി. അപ്പോൾ എന്ത് സംഭവിച്ചു? പാർട്ടി നേരെ മാപ്പിള ലഹളയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുത്തു. മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരമല്ല, അത് ഇരകളോട് കാണിക്കുന്ന അന്യായമാണെന്ന് അന്ന് പാർട്ടി പറഞ്ഞു. നിങ്ങൾക്കറിയാം, 1971 തലശ്ശേരിയിൽ കലാപം ഉണ്ടാവുന്നത് തന്നെ ഈ ലീഗും പാർട്ടിയും തമ്മിലുള്ള എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലീഗ് തങ്ങളെ കാലുവാരി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങളും CPM ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും മറുഭാഗത്ത് ഹിന്ദുക്കളും അല്ല, യഥാർത്ഥത്തിൽ മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അതാണ് പിന്നീട് ലീഗിൻ്റെ നേതാക്കന്മാരും മുസ്ലിം നേതാക്കന്മാരും പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പള്ളികൾ തകർത്തത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരാണ് എന്ന് അവർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ നോക്കൂ, 1987 ഇവർ ശരീഅത്തിന് എതിരായിരുന്നു, നമ്പൂതിരിപ്പാട് മുത്തലാഖിനെതിരായിരുന്നു. ഷബാനു കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെടുത്തു. പിന്നീടെന്താ നിലപാട്? അപ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാട് എപ്പോഴും ഈ മുസ്ലിം വോട്ട് ബാങ്ക് ബേസ് ചെയ്തിട്ടാണ് പാർട്ടി നിലപാടെടുക്കുന്നത്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്നുള്ള നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അതുകൊണ്ട് അവർക്കിപ്പോൾ സവർക്കർ, അവർക്കിപ്പോൾ വന്ദേമാതരം, അവർക്ക് രാമക്ഷേത്രം, അവർക്ക് 307 വകുപ്പ്, അവർക്ക് ശരീഅത്ത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിലപാടുകൾ
ഈ പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രൂപപ്പെടുത്തിയിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു താത്വികമായ നിലപാടുമില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം, മുസ്ലിം വോട്ടിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കേരളത്തിൽ നിലപാടെടുക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഈ സവർക്കറിനെതിരായിട്ടുള്ള ഈ പ്രചരണത്തിൻ്റെയൊക്കെ മുഖ്യ കാരണം. ഇത്തരം പ്രചരണങ്ങൾ അരങ്ങ് തകർക്കുമ്പോഴും ഇതല്ല സത്യം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള എതിർ പ്രചാരണങ്ങൾ, അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തേണ്ടതാണല്ലോ. പ്രത്യേകിച്ചും ചരിത്രം ഇങ്ങനെ വക്രീകരിക്കപ്പെട്ട് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇങ്ങനെ അവഹേളിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മറ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അത് എത്രത്തോളം നടക്കുന്നു എന്നൊരു ചോദ്യം. നമ്മുടെ ഭാഗത്തു നിന്ന് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, യഥാർത്ഥ വസ്തുത ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു അതായത് ഒരു ആൻറ്റി നരേറ്റീവ് ഉണ്ടാക്കുക, അതിനൊരു കൗണ്ടർ നരേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ സവർക്കറെ സംബന്ധിച്ചുള്ളൊരു സിനിമ പുറത്തിറങ്ങി. സവർക്കറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, വലിയൊരു ജീവചരിത്രം, ഒരു പ്രഗത്ഭനായ ചരിത്രകാരൻ വിക്രം സമ്പത്തിൻ്റെ ഒരു ജീവചരിത്രം പുറത്തിറങ്ങി. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ്. പക്ഷേ വളരെ ആസൂത്രിതമായി, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, മതേതര പുരോഗമന രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ വസ്തുതകളെ വളച്ചൊടിച്ച് തെറ്റായി അവതരിപ്പിക്കുന്ന തരത്തിലൊരു പ്രചണ്ഡമായ പ്രചരണം സവർക്കർക്കെതിരെ നടത്തുന്നു. ഇപ്പോൾ സവർക്കർ ഒരു RSSൻ്റെ ചുമതലപ്പെട്ട ആളല്ല. സവർക്കർ ഒരു സമയത്തും RSSൻ്റെ ചുമതല എടുത്തിട്ടില്ല. പക്ഷേ RSS സവർക്കറെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്ന് ചോദിച്ചാൽ, സവർക്കർ നടത്തിയിട്ടുള്ള ധീരോജ്വലമായ, ത്യാഗോജ്വലമായ പോരാട്ടം, ഈ നാടിന് വേണ്ടി നടത്തിയ പോരാട്ടം, ആ നാടിന് വേണ്ടി നടത്തിയ ഇത്തരം പോരാട്ടങ്ങൾ, അത് സവർക്കർ നടത്തിയതാവട്ടെ, സുഭാഷ് ചന്ദ്രബോസ് നടത്തിയതാവട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ അംബേദ്കറിൻ്റെ ഭാഗത്ത് നിന്നുള്ള അദ്ദേഹത്തിന്. അപ്പോൾ ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യ സമര സേനാനി അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അംബേദ്കറുടെ ജീവിതങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമരത്തിലും ഡോക്ടർ അംബേദ്കർ പങ്കെടുത്തിട്ടില്ല. വലിയ കോൺട്രവേഴ്സി ആകാൻ ഞാൻ ഈ പറയുന്നത്, പക്ഷേ ചരിത്രം അതാണ്. ഡോക്ടർ അംബേദ്കർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയിട്ടുമില്ല. പക്ഷേ അദ്ദേഹം നടത്തിയ പ്രവർത്തനം എവിടെയാണ്? ഭാരതത്തിലെ സാമൂഹ്യ ജീവിതക്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ള, ജനങ്ങളുടെ ഇടയിലുണ്ടായിട്ടുള്ള ഭിന്നതകൾ, അയിത്തം, തൊട്ടുകൂടായ്മ, അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ അസമത്വം, അത് യഥാർത്ഥത്തിൽ അതും ഒരു സ്വാതന്ത്ര്യ സമരമാണ്. ഇപ്പം നാരായണ ഗുരുദേവൻ നടത്തിയിട്ടുള്ളത് ഒരു സ്വാതന്ത്ര്യ സമരമാണ്. വേറൊരു അർത്ഥം, ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരം മാത്രമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ട് അയിത്തോച്ചാടനം അവരുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി? അല്ലെങ്കിൽ നൂൽനൂൽപ്പ് എന്തിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി? അല്ലെങ്കിൽ മദ്യവർജനം എന്തിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി? അപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നത് മാത്രമല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി ജയിലിൽ പോകുന്നത് മാത്രമല്ല സ്വാതന്ത്ര്യ സമരമായിരുന്നത്. ഈ മുഴുവൻ ഭാരതത്തിലും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി, സാമൂഹ്യ സമത്വത്തിന് വേണ്ടി, തൊട്ടുകൂടായ്മ, അയിത്തം തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങൾക്കെതിരായി നടത്തുന്ന പ്രവർത്തനം, ഹിന്ദി പ്രചാരത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനം, ഖാദി പ്രചാരത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനം, എല്ലാം സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ കേവലം ഇതിലേക്ക് മാത്രം ചുരുക്കിക്കെട്ടി ഇതിനെ വക്രീകരിക്കുന്നതിനെ സമർത്ഥമായി ചെറുക്കുകയും അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ഇനിയും ധാരാളം നമ്മുടെ ഭാഗത്തു നിന്ന് അത്തരം പ്രചരണങ്ങൾ, ഈ സംഘടിതമായ രാജ്യവിരുദ്ധ, രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പ്രചരണത്തിനെതിരായി നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും കൊണ്ടുവരണം. ഇത് ആസൂത്രിതമാണ്. ഇത് സവർക്കർക്കെതിരായിട്ടുള്ളൊരു പ്രചരണമാണെന്ന് ധരിക്കരുത്. സവർക്കർക്ക് ഇനി എന്താ നഷ്ടപ്പെടാനുള്ളത്? സവർക്കർക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. സവർക്കറെ ആക്രമിച്ചുകൊണ്ട് ഇവർ ശ്രമിക്കുന്നത് ഭാരതത്തിൻ്റെ സ്വത്വത്തെ ആക്രമിക്കാനാണ്, ഭാരതത്തിൻ്റെ ദേശീയ സ്വാഭിമാനത്തെ തകർക്കാനാണ്. അപ്പോൾ ഭാരതത്തെ തകർക്കാൻ, ഭാരതത്തിൻ്റെ ദേശീയ സ്വാഭിമാനത്തിൻ്റെ അടിയുറച്ച് നിന്ന് പ്രവർത്തിച്ച ബിംബങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അത്തരം ബിംബങ്ങളെ ഇല്ലാതാക്കുക. അത് വളരെ ആസൂത്രിതമാണ്. ഇതൊരു സവർക്കർ മാത്രമല്ല. ഇവർ ഗാന്ധിയെക്കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? എ ക്ലവറസ്റ്റ് ബുർഷ്വാസി സ്കൗണ്ടറൽ എന്നാണ് ഗാന്ധിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശേഷിപ്പിച്ചിരുന്നത്. ഇവർ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചിരുന്നത്.
ഇവർ ദേശീയ നേതാക്കന്മാരെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് വേറൊന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതിന് ബദൽ നരേറ്റീവ്, കൃത്യമായി ഒരു ഗ്രാൻഡ് നരേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒരു ഗ്രാൻഡ് നരേറ്റീവ്, സവർക്കർ ആരായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗ്രാൻഡ് നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് സവർക്കർക്ക് ഒരു ഭാരതരത്ന കൊടുക്കാൻ ഗവൺമെൻറ് ആലോചിക്കണം. ഈ രാജ്യത്തിൽ യഥാർത്ഥത്തിൽ ഇത്രയും ത്യാഗം സഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ രാഷ്ട്രം ഭാരതരത്ന നൽകി ആദരിക്കേണ്ട ഒരു മഹത് സന്താനമാണ്, രാജ്യത്തിൻ്റെ ഒരു മഹത് പുത്രനാണ് സവർക്കർ എന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നു സവർക്കറുടെ ജീവിതം പഠിക്കുമ്പോൾ. തീർച്ചയായിട്ടും അത് മാത്രമല്ല, അത് വലിയൊരു അഭിപ്രായമാണ്. അതായത് ഈ പറയുന്ന പോലെ അദ്ദേഹം സ്വയം ജയിലിൽ കിടന്നു എന്നുള്ളത് മാത്രമല്ല, എത്ര തലമുറകളെ സ്വാധീനിച്ചു. അതായത് അദ്ദേഹം എഴുതിയ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള പുസ്തകം, അത് ആദ്യം ഭിക്കാജി കാമ, മാഡം കാമ ഇറക്കുന്നു. അതിനുശേഷം ലാലാ ഹർദയാൽ ഗദർ പാർട്ടി ഇറക്കുന്നു, വിപ്ലവകാരികളായിട്ടുള്ള ഗദർ പാർട്ടി ഇറക്കുന്നു. മൂന്നാമത് ഇറക്കുന്നത് സർദാർ ഭഗത് സിംഗ് ആണ്. അപ്പോൾ അങ്ങനെ എത്രയോ വിപ്ലവകാരികളെ സ്വാധീനിച്ച പുസ്തകം എഴുതി. അദ്ദേഹത്തിൻ്റെ 4-5 പുസ്തകങ്ങൾ 1947 ശേഷം മാത്രമാണ് പുറം ലോകം കണ്ടത്. അങ്ങനെ ബ്രിട്ടീഷുകാർ നിരോധിച്ച പുസ്തകങ്ങളായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ നിരോധിക്കപ്പെട്ടത്. അതെ അതെ, അതിൻ്റെ കോപ്പി വേറെ വഴിക്ക് വന്ന് അങ്ങനെയാണ് ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അത് വന്ന വഴിയൊക്കെ എന്ന് വെച്ചാൽ അത്രയും വിപ്ലവകരമായ രീതിയിലാണ് അത് ഒളിച്ചു കടത്തി കൊണ്ടുവന്നതാണ് അതിൻ്റെ മാനുസ്ക്രിപ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യ ചരിത്രത്തിലെ സംബന്ധിച്ചിടത്തോളം ശിപായി ലഹള എന്ന പേരിൽ അവഹേളിക്കപ്പെട്ട ഒരു സമരമായിരുന്നു അത്. 1857 സമരത്തെ വെറും ശിപായി ലഹള എന്ന പേരിൽ അവഹേളിക്കപ്പെട്ട ഒരു സമരത്തെ അത് ശിപായി ലഹളയല്ല, അത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് സ്ഥാപിച്ച് ആ സ്വാതന്ത്ര്യ സമരത്തിന് അന്തസ്സും ആ സ്വാതന്ത്ര്യ സമരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഗ്നിഫൈഡ് പൊസിഷൻ നൽകിയത് സത്യത്തിൽ സവർക്കറാണ്. അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത് ആദ്യം ആരാ? സവർക്കറാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടുവന്നത് സവർക്കറാണ്. അപ്പോൾ ആ സവർക്കറിനെയാണ് ഈ രീതിയിൽ അവഹേളിക്കുന്നത്. മാപ്പപേക്ഷ എന്നുള്ള ഒരു നിസ്സാര അല്ലെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു ആരോപണം, വളരെ ചീപ്പായിട്ടുള്ള ഒരു ആരോപണം. ക്ലെമൻസി പെറ്റീഷൻ കൊടുക്കാതെ ആൻഡമാൻ ജയിലിൽ നിന്ന് ആരും പുറത്തു വന്നിട്ടില്ല. ഇതിനകത്ത് ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പലപ്പോഴും ചോദ്യങ്ങൾ ഇപ്പോൾ പെറ്റീഷൻ കൊടുത്ത് ഞാനിപ്പോൾ ചിലരെയൊക്കെ പറയാം. ഈ പുറത്ത് വന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഞാൻ SI ഡാങ്കയുടെ പേര് പറഞ്ഞു. SI ഡാങ്കെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒത്തുതീർപ്പിനെ തുടർന്ന് അവരുമായി ഉണ്ടാക്കിയ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ നേതാക്കന്മാർ ആരൊക്കെ പുറത്തു വന്നു എന്ന് പറയാം. ഹസാരിബാഗ് ജയിലിൽ നിന്ന് സുനിൽ മുഖർജി മാത്രമല്ല, രാഹുൽ സാങ്കൃത്യായൻ. ലക്നൗ സെൻട്രൽ ജയിലിൽ നിന്ന് സജ്ജത് സാഹിർ. ബറീലി സെൻട്രൽ ജയിലിൽ നിന്ന് AK ഘോഷ്, RD ഭരദ്വാജ്, ഷൈർ, രമേശ് ചന്ദ്ര സിൻഹ, DN മജൂംദാർ, HD മാളവ്യ. യാർവാദ സെൻട്രൽ ജയിലിൽ നിന്ന് SI ഡാങ്കെ, സോളിയസ് ബെട്ലിവാല, BT രണദിവെ, SG പാത്കർ, SS മിറാജ്കർ. ആ മിറാജ്കറാണ് ബോംബെ മേയറായിട്ടിരിക്കുമ്പോൾ സവർക്കറെ സ്വീകരിച്ച് മാലയിട്ടത്. വെല്ലൂർ സെൻട്രൽ ജയിലിൽ നിന്ന് SV ഘാട്ടെ, ASK അയ്യങ്കാർ എന്നീ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ 1942 ജനുവരി 25 മാർച്ച് 11 ഇടയ്ക്ക് മോചിതരായി. എന്തുകൊണ്ട് മോചിതരായി ഇവർ? എന്താണ് ഇവർ തമ്മിലുള്ള ഡീലായിരുന്നത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ മാത്രം മോചിപ്പിച്ചത്? അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ മാപ്പപേക്ഷയുടെയും ഇതും പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കാനും റദ്ദ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത് അങ്ങേറ്റം തെറ്റാണ്. ഇത് ഇപ്പോൾ വന്ദേമാതരത്തോടുള്ള എതിർപ്പിനെക്കുറിച്ച് തുടക്കത്തിൽ വായുജിത്ത് പറഞ്ഞു. ഇത് വന്ദേമാതരവും ഇതേപോലെ തന്നെയാണ്. രാജ്യത്തിൻ്റെ സ്വാഭിമാനവും സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ മുഴുവൻ തകർക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭാരതത്തിൽ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് സവർക്കറിനെതിരായിട്ടുള്ള വിരോധമായാലും വന്ദേമാതരത്തിനെതിരായിട്ടുള്ള വിരോധമായാലും ഇതെല്ലാം ഒരേ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഒരേ സ്കൂൾ ഓഫ് തോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ സാധ്യമല്ല. ഇത് രാജ്യത്തിനെതിരായി നടക്കുന്ന യുദ്ധമാണ്, രാഷ്ട്രത്തിനെതിരായി നടക്കുന്ന യുദ്ധമാണ്.
അത് തിരിച്ചറിയാൻ. ഇവർക്കിപ്പോൾ മുഹമ്മദ് അലി ജിന്ന പോലും ഈ സവർക്കറിൻ്റെ അത്രയും എതിർപ്പ് മുഹമ്മദ് അലി ജിന്നോടില്ല. ഇപ്പോൾ മുഹമ്മദ് അലി ജിന്നോട് എതിർപ്പേ ഇല്ല. ജിന്ന മഹാനാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ജിന്ന പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് രസകരമായൊരു കാര്യമാണ്. ഞാൻ കാണുന്നതിൽ ഏറ്റവും കപടന്മാരും കുടിലന്മാരും കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നിട്ട് ആ പുള്ളി പറയുന്നുണ്ട്, അവർക്കില്ലാത്ത കൊടികളില്ല, അവർ കോൺഗ്രസിൻ്റെ കൊടിയുണ്ട്, അവർക്ക് വേറെ കൊടികളുണ്ട്, അവർക്ക് തൊഴിലാളികളുടെ കൊടിയുണ്ട്, ആ കൊടിയുണ്ട്, ഈ കൊടി, ഇപ്പോൾ ഇവർ നമ്മുടെ കൊടിയും എടുത്തിരിക്കുന്നു എന്ന് ജിന്ന പറഞ്ഞിട്ടുണ്ട്. ഈ മുഹമ്മദ് അലി ജിന്ന മാത്രമല്ല, ഇപ്പോൾ ഡോക്ടർ അംബേദ്കർ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞതിനപ്പുറം ഇതിനി വേറെ ആരാ പറയാനുള്ളത്? 1949 നവംബർ മാസം 16 തീയതിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അവസാനത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അവസാനത്തെ പ്രസംഗം ഡോക്ടർ അംബേദ്കർ നടത്തുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അവസാനത്തെ പ്രസംഗമാണ്. അതിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്ത് അല്ലെങ്കിൽ ജനങ്ങൾ അറിയിക്കേണ്ടതാണ്. 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. ഒന്ന്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നതിൽ എന്നെ സഹായിച്ച ആൾക്കാരെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം അഭിനന്ദിക്കുന്നു. വലിയൊരു പങ്ക് വഹിച്ച ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത്. 2, പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആരിൽ നിന്നാണ് ഭീഷണി നേരിടുന്നതെന്നാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്ത, ഈ ഭരണഘടന എതിർക്കുന്നത്, ഈ ഭരണഘടന ഭീഷണി നേരിടുന്നത് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും സോഷ്യലിസ്റ്റുകാരിൽ നിന്നാണ്. സോഷ്യലിസ്റ്റുകാരിൽ നിന്നുള്ള ഭീഷണിയുടെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. അത് സ്ത്രീ സമത്വം, അതേപോലെ എല്ലാവരും ആ കാര്യത്തിലാണ് സോഷ്യലിസ്റ്റുകാർ. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അത് പ്രതിദാനം ചെയ്യുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സോഷ്യലിസ്റ്റുകാർക്ക് ഈ ഭരണഘടനയോട് എതിർപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അവർക്കും ഈ ഭരണഘടനയോട് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ അംബേദ്കറാണ്. മൂന്നാമത്തത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്വാതന്ത്ര്യം എപ്പോൾ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. എപ്പോഴൊക്കെയാണോ നമ്മുടെ രാജ്യത്ത് നിന്ന് ശത്രുക്കൾ നമുക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. പഴയ കാലത്തെ ചരിത്രം അദ്ദേഹം എടുത്തു പറയുന്നു. ജയചന്ദ്രൻ്റെ കാര്യം, ഔറംഗസീബിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഔറംഗസീബിനെ സഹായിച്ച ജയസിംഹൻ്റെ കാര്യം. ഇങ്ങനെ ഓരോരുത്തരെയും എടുത്തിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ തന്നെ ആളുകൾ ശത്രുപക്ഷത്ത് ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇതേപോലുള്ള ആളുകൾ സവർക്കർക്കെതിരെ രംഗത്ത് വരുന്നത് ഈ പറയുന്ന ജയേന്ദ്രന്മാരാണ്, ഈ പറയുന്ന ജയസിംഹന്മാരാണ്. വന്ദേമാതരത്തെ എതിർക്കുന്നത് ഈ ജയേന്ദ്രന്മാരാണ്, ഈ ജയസിംഹന്മാരാണ്. അവർ രാജ്യത്തിനെതിരായ ശത്രുപക്ഷത്ത് ചേർന്നുകൊണ്ട് നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളാണ് എന്ന് നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ അപകടം. അതുകൊണ്ട് സവർക്കറെ സംബന്ധിച്ചുള്ളത് തികച്ചും സവർക്കർക്കെതിരായിട്ടുള്ള ഒരു വിഷയമല്ല ഇത്. നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഏകതയ്ക്കും സ്വാഭിമാനത്തിനും നേരെ നടക്കുന്ന ഒരു യുദ്ധമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.